Hi students, welcome back to a lecture series of quantum mechanics. In the last lecture we were discussing about the review of electromagnetic waves. നമ്മളവിടെ കൺസിഡർ ചെയ്ത ഒരു electromagnetic wave which is propagating along the z direction and it has got electrical component along x direction. Vector E can be represented as E0 sin kz minus omega t, and vector E0 is I into E0, and the magnetic field is propagating, component of magnetic field is along the y direction. Vector B can be represented as vector B0 sin kz minus omega t. If vector B0 is acting along the y axis, vector B0 can be represented as vector j into B0. So vector B is equal to vector j into B0 plus sin kz minus omega t. And similarly, vector E is equal to vector I into E0 sin kz minus omega t. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അവസാനം ഡിസ്കസ് ചെയ്ത് പോയിന്റിംഗ് വെക്റ്റർ എന്ന് പറയുന്ന നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോയിന്റിംഗ് വെക്ടറിനെ കുറിച്ചായിരുന്നു. പോയിന്റിംഗ് വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: എസ് ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ വെക്ടർ എസ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1/μ0 into vector E cross vector B. Okay, here E is the electric field and B is the magnetic field. So in this case, vector E cross B will be in the direction of unit vector k cap. The value s will be 1/μ0 E0 B0 sin square kz minus omega t into vector k എന്ന് വരും. വളരെ ലളിതമായിട്ട് നമുക്ക് ഈ ഒരു ഇയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും I cross j എന്ന് പറയുന്നത് k ഡയറക്ഷനിലാണ് വരും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഈ പോയിന്റിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുക്കുക. So this will be equation number 11. So according to equation number 11, S is equal to 1/μ0 E0 B0 sin square kz minus omega t into unit vector k cap. That means the pointing vector is acting along the direction of the propagation, acting along z axis in this case. Okay, clear? So what is meant by pointing vector? Pointing vector is nothing but നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. It is the average, it is the pointing vector is the vector S is the energy flux per unit time per unit area. That means simply S എന്ന് പറയുന്നത് it is power by area ആയിരിക്കും, power per unit area ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് ഡയറക്ഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇഫ് യു കൺസിഡർ എ യൂണിറ്റ് ഏരിയ perpendicular to the flow of the electromagnetic wave, then the average energy radiated, energy transmitted per unit time per unit area is called pointing vector. So pointing vector actually represents the transmission of electromagnetic energy. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ട്രാൻസ്മിഷൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പോയിന്റിംഗ് വെക്ടർ പറയാം. സോ പോയിന്റിംഗ് വെക്ടർ ഈസ് ദ ആവറേജ് it is the energy flux per unit time per unit area. So its unit is power per unit area എന്ന് പറയുമ്പോൾ joule per second meter raised to -2 SI യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് watt meter raised to -2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. So the unit of pointing vector is
വാട്ട് മീറ്റർ റേസ് ടു -2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ എനർജി ട്രാൻസ്മിഷന്റെ റെപ്രസെന്റേഷൻ, എനർജി റേഡിയേറ്റഡ് ഓർ എനർജി ട്രാൻസ്മിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ദ പോയിന്റിംഗ് വെക്ടർ. ഇവിടെ ആ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷന്റെ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെറ്റ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്യുക. നമ്മളുടെ കയ്യിൽ ഒരു ഡിറ്റക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. സപ്പോസ് വി ഹാവ് എ ഡിറ്റക്ടർ which detects the intensity of the electromagnetic wave, or simply which detects the energy of electromagnetic wave. ഇപ്പോൾ നമ്മളൊരു ഡിറ്റക്ടർ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട്, ഇപ്പോൾ വേവ് Z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ഡിറ്റക്ടർ കൺസിഡർ ചെയ്യാണ്. It is acting perpendicular to the direction of propagator. That detector may be a radio receiver or human eye. Intensity human eye വെച്ചിട്ടോ, ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഹ്യൂമൻ ഐ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു റേഡിയോ റിസീവർ വെച്ചിട്ടോ ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ വരുന്ന എനർജി റേഡിയേഷൻ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ സെഡ് ഡയറക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്ത റേഡിയോ റിസീവറിൻ്റെ ഒരു ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്, ഡിറ്റക്ട് ചെയ്യുന്ന ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ പോയിന്റിംഗ് വെക്ടറിൻ്റെ, അല്ലെങ്കിൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ആ എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട്, എക്സാക്ട്ലി പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ എനർജിയും ഈ ഒരു ഏരിയ കൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പൈപ്പിൽ നിന്ന് ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ പൈപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളൊരു ഷീറ്റ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേറൊരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വാട്ടറും, എല്ലാ സ്ട്രീം ലൈൻ ഓഫ് വാട്ടറും ഇതിൽ കൂടെ തന്നെ, ഈ പൈപ്പിൽ കൂടെ തന്നെ കടന്നു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ മാക്സിമം ഫ്ലക്സ് അവിടെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് ഫ്ലോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഡിയോ റിസീവറിൻ്റെ ഇഫക്റ്റീവ് ഏരിയ, ഡിറ്റക്ട് ചെയ്യുന്ന ഇഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പോയിന്റിംഗ് വെക്ടർ പോകുന്ന ഡയറക്ഷന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ആ ഔട്ട്വേർഡ് ഫ്ലോയിൽ നിന്ന്, അല്ലെങ്കിൽ ഔട്ട്വേർഡ് എനർജി ഡിറ്റക്ട് ചെയ്യുന്ന എനർജിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി റേഡിയേഷൻ നമുക്ക് കിട്ടും എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെഡ് ഡയറക്ഷനിലുള്ള സെഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഡിറ്റക്ടർ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസിൻ്റെ ഡയറക്ഷൻ അലോങ് സെഡ് ആക്സിസ് ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ എനർജി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ എസിൻ്റെ വി യൂസ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ്. കാരണം എസിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം എസ് സെഡ് ആക്സിസിലാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ആവറേജ് പവർ, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എസ് ഇൻറ്റു എ എന്ന് എഴുതാം. എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോഡുലസ് വെക്ടർ എസ്. നമ്മളിവിടെ ഇതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഇനി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആ ഡിറ്റക്ടർ അതിന് കൃത്യം എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചതുകൊണ്ട് തന്നെ പവർ എന്ന് പറയുന്നത്, ഈ ഒരു ഷീറ്റിൽ കൂടെ പോകുന്ന പവർ എന്ന് പറയുന്നത് നമുക്ക് എസ് ഇൻറ്റു എ എന്ന് എഴുതാം. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റിസീവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ റിസീവറാണ്. അപ്പോൾ പവർ P
P is equal to S into A. നമുക്ക് S കിട്ടിയിട്ടുണ്ട് എന്താണ് 1 by mu 0 E0 B0 sin square kz minus omega t. So the power P will be 1 by mu 0 E0 B0 into A into sin square into kz minus omega t. ഇതാണ് പവറിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 12 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 13. നമുക്കൊരു കാര്യം ചെയ്യാം. B0 എന്ന് പറയുന്നത് എന്താ E0 by C ആണ്. അപ്പോൾ P എന്തായി 1 by mu 0 C E0 square into A into sin square kz minus omega t. That means P's power is proportional to E0 square. E0 എന്ന് പറഞ്ഞാൽ എന്താ E0 square എന്ന് പറഞ്ഞാൽ it's nothing but the intensity of the electromagnetic wave. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇതാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ E0 സ്ക്വയർ എന്ന് പറയുന്നത്. E0 എന്ന് പറയുന്നത് ആ വെക്റ്റർ E is equal to വെക്റ്റർ E0 സൈൻ സ്ക്വയർ സൈൻ KZ മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് ആ എന്താ പറയുക ആംപ്ലിറ്റ്യൂഡ് പാർട്ടാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലെ ആംപ്ലിറ്റ്യൂഡ് പാർട്ടാണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് E0 സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പവർ എന്ന് പറയുന്നത് E0 സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 13A എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ intensity of an electromagnetic wave. Intensity of an electromagnetic wave is represented by the letter I. It is average power per unit area. Average power per unit area. Power എന്ന് പറഞ്ഞാൽ energy transmitted per unit time ആണ്. അതാണ് പവർ, ആവറേജ് പവർ പെർ യൂണിറ്റ്. അതിൻ്റെ ആവറേജ് ആണ്, ആവറേജ് പവർ ആണ്. ആ ഒരു ഇപ്പോൾ നമ്മളൊരു ഡിറ്റക്ടർ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഡിറ്റക്ടറിൻ്റെ ഒരു ഇഫക്റ്റീവ് ഏരിയ എ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഏരിയയിലെ ആവറേജ് പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്, യൂണിറ്റ് ഏരിയ ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡിറ്റക്ടർ വെച്ചിട്ട്, റേഡിയോ റിസീവർ ഡിറ്റക്ടർ വെച്ചിട്ട് ഇൻറ്റൻസിറ്റി ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് ഡിറ്റക്ട്സ് ദ ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ ഇക്വേഷൻ നമ്പർ 13A കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ എഴുതിയാണ്, പവർ ഇസ് ഈക്വൽ ടു 1/μ0c E0 സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി. ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ ഇതാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ P/A എന്ന് പറയുമ്പോൾ എന്ത് വരും? P/A എന്ന് പറയുന്നത് 1/μ0c E0 സ്ക്വയർ സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി. അതായത് P/A ഈസ് പ്രപ്പോർഷണൽ ടു E0 സ്ക്വയർ. P/A എന്ന് പറഞ്ഞാൽ എന്താ? പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ദ intensity of the electromagnetic wave is proportional to E0 square. ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറുമായിട്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് എല്ലാ വേവിലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നുള്ള ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്
ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് the intensity is proportional to the intensity is proportional to E0 square. ഇത് ഒരു വേവിൻ്റെ ജനറൽ പ്രോപ്പർട്ടിയാണ്. സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഇത് എല്ലാ വേവിലും നമുക്ക് കാണാവുന്നതാണ്. ദിസ് ഈസ് ദ ജനറൽ പ്രോപ്പർട്ടി ഓഫ് ഓൾ ടൈപ്സ് ഓഫ് വേവ്സ്. ജനറൽ പ്രോപ്പർട്ടി ഓഫ് വേവ്സ് ഒരു മെക്കാനിക്കൽ വേവ്സിനും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനും ഒക്കെ എല്ലാ തരത്തിലുള്ള വേവുകൾക്കും ഈ ഒരു ബിഹേവിയർ കാണാൻ സാധിക്കും. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാറുണ്ട്. ജനറൽ പ്രോപ്പർട്ടി ഓഫ് വേവ്സ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും P/A ആണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് P/A എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/μ0c sin square kz മൈനസ് ഒമേഗ ടി ഇൻറ്റു E0 സ്ക്വയർ. അപ്പോൾ E0 സ്ക്വയർ സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇവിടെ എന്താ? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്പേസിനനുസരിച്ചും, അതായത് സെഡിന് വേരി ചെയ്യുന്നതിനനുസരിച്ചും ടി വേരി ചെയ്യുന്നതിനനുസരിച്ചും സിനൂസോയിഡലായിട്ട് വേരി ചെയ്യുന്നുണ്ട്. അതായത് ഇൻറ്റൻസിറ്റി വേരീസ് സിനൂസോയിഡലി വിത്ത് ടൈമിനനുസരിച്ച് ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട്. കാരണം ഇവിടെ നോക്കൂ, സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ നമ്മൾ ബേസിക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ടല്ല നമ്മൾ പലപ്പോഴും എഴുതാറുള്ളത്. ജനറലി നമ്മൾ എഴുതുക e⁻⁻ എന്നുള്ള രീതിയിലാണ്. സൈൻ ഒമേഗ ടി e⁻⁻ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി എന്നാണ് എഴുതുക. എല്ലാവർക്കും അറിയാം. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന രീതിയിലാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ജനറലി ഒരു ഓസിലേറ്റിംഗ് വേവ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് e⁻⁻ എന്നുള്ള രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സൈൻ സ്ക്വയർ ടേമാണ്. അതായത് ഇവിടെ ഈ ഒരു വേവ് എന്ന് പറയുന്നത് ആക്ച്വലി e⁻²i⁻t ആയിരിക്കും. ദാറ്റ് മീൻസ് the angular frequency of this intensity distribution, അതായത് നമ്മുടെ ഇൻറ്റൻസിറ്റി ടൈമിനനുസരിച്ച് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയും ടൈമും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2ω വരിക. അല്ലെങ്കിൽ നമുക്ക് കാരണം എന്താ e⁻² സൈൻ സ്ക്വയർ ടൈം വരുന്നതുകൊണ്ടാണ് 2ω ഇൻറ്റൻസിറ്റിയുടെ ടൈം വരിക. 2ω എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റൻസിറ്റി വേരീസ് സിനൂസോയിഡലി വിത്ത് ടൈം വിത്ത് എ ഫ്രീക്വൻസി 2ω/2π. 2f is equal to 2ω/2π. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷൻ്റെ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ ആ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി നോട്ട് ആംപ്ലിറ്റ്യൂഡ്, നോട്ട് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതല്ല പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് ഇറ്റ് വേരീസ് വിത്ത് ഫ്രീക്വൻസി 2f, where f is the frequency of the electromagnetic wave. മനസ്സിലായി? So it varies with a frequency 2f, or simply you can write it as 2 into ω/2π എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ എഴുതി. പക്ഷെ നമ്മളിവിടെ തൊട്ട് മുമ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്? ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ, ആവറേജ് മെഷർമെൻ്റ് ആണ് ഇൻറ്റൻസിറ്റി നമ്മൾ നടത്താറുള്ളത്?
പവറിൻ്റെ ആവറേജ് മെഷർമെൻ്റ് ആണ് നടത്താറുള്ളത്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുമ്പോൾ നമ്മളൊരു വിസിബിൾ ലൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറൗണ്ട് 10⁻15 ഹെർട്സ് ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് വേവ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് very rapidly. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേവിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതായത് 10⁻15 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 10⁻15 ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 10⁻15 ടൈം 10⁻15 ഓസിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹ്യൂമൻ ആയി വെച്ചിട്ട് ഈ ഒരു ഫ്ലക്ച്വേഷൻ ഇൻറ്റൻസിറ്റിയുടെ ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇത്ര റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ഈ ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഇൻറ്റൻസിറ്റിയുടെ ഈ ഫ്ലക്ച്വേഷൻ വളരെ റാപ്പിഡാണ്. നിങ്ങൾക്ക് ഹ്യൂമൻ ആയി വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ആയി വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഹ്യൂമൻ ആയി മാക്സിമം സെൻസിറ്റിവിറ്റി ഹൈലി സെൻസിറ്റീവ് ഒരു ഹ്യൂമൻ ആയി എടുക്കുകയാണെങ്കിൽ അത് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 0.2 10⁻⁻2 സെക്കൻഡ് വരെയൊക്കെ നമുക്ക് മാക്സിമം 10⁻⁻2 സെക്കൻഡ് വരെയൊക്കെയാണ് മാക്സിമം ടൈം നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒബ്സർവേഷൻ ടൈം എന്ന് പറയുന്നത്. മിനിമം ഒബ്സർവേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ആയി വെച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന മിനിമം ചേഞ്ച് അല്ലെങ്കിൽ മിനിമം ടൈം എന്ന് പറയുന്നത് മിനിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10⁻⁻2 സെക്കൻഡ് ആണ്. അത്തരം ഒരു 10⁻⁻2 സെക്കൻഡിൽ ഏകദേശം 10⁻13 ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു വിസിബിൾ ലൈറ്റിൽ. അതുകൊണ്ട് തന്നെ പവർ നേരിട്ട് നമുക്ക് പവർ പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി നേരിട്ട് ഒരു ഹ്യൂമൻ ആയി വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും എന്താ പറയുക ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആവറേജ്. അതായത് 10⁻13 സൈക്കിൾസിൽ ഉണ്ടാവുന്ന ആവറേജ് പവറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒബ്സർവേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂമൻ ആയി വെച്ചിട്ടാണ്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ആയി വെച്ചിട്ടാണ് നമ്മൾ പവർ മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ആവറേജ് പവർ മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒബ്സർവേഷൻ ടൈം T ഈസ് ഈക്വൽ ടു അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 10⁻⁻2 സെക്കൻഡ്. അപ്പോൾ ആവറേജ് പവർ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ആവറേജ് പവർ എന്ന് പറയുന്നത് ആവറേജ് പവർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1/T integral 0 to T. ഈ T എന്ന് പറയുന്നത് it is not the period of the electromagnetic wave, it is the observation time. P into dt എന്ന് എഴുതാം, where P is the instantaneous power. So average power നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, 1/T integral 0 to T P dt എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P average can be represented as 1/T integral 0 to T P dt, that is equal to 1/T integral 0 to T. P എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 12 നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/μ0c E0 സ്ക്വയർ A സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി. ഈ എ എന്ന് പറയുന്ന ആ ഡിറ്റക്ടറിൻ്റെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻറ്റു ഡി ടി. അപ്പം അതിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമുകളൊക്കെ മുഴുവൻ പുറത്തേക്ക് എടുക്കാം. E0 സ്ക്വയർ പുറത്തേക്ക് എടുക്കാം, E0 സ്ക്വയർ ബൈ μ0c ഇൻറ്റു ടി ഇൻറ്റു എ പുറത്തേക്ക് എടുക്കാം, ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ kz മൈനസ് ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, നമ്മുടെ ഇവിടെ ഇൻറ്റൻസിറ്റിയുടെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ഫ്ലക്ച്വേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2f ആണ്, വിച്ച് ഈസ് അറൗണ്ട് 10⁻15 ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ റാപ്പിഡ് ഫ്ലക്ച്വേഷൻ ആയതുകൊണ്ട് തന്നെ
ഈ ഒരു ഇൻ്റഗ്രൽ 0 ടു ഈ ഒബ്സർവേഷൻ ടൈമിൽ ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി ഡി ടി എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1/2. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സൈൻ 0 ആണ്, സൈൻ 91 ആണ്, സൈൻ തീറ്റയുടെ വാല്യൂ 0 to 1 ആണ് വരുന്നത്. അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെ വാല്യൂൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1/2 ആണ് വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 വരും. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ഓവർ ദിസ് ടൈം ഇൻ്റർവൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും E0 സ്ക്വയർ ആവറേജ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി ഈസ് 1/2. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ. സോ ആ 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ E0 സ്ക്വയർ μ0 c ഇൻറ്റു ടി ഇൻറ്റു എ ഇൻറ്റു 1/2 ഇൻ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് വരും. ഇപ്പം എന്ത് വന്നു? E0 സ്ക്വയർ ബൈ μ0 c ഇൻറ്റു ടി ഇൻറ്റു എ ഇൻറ്റു 1/2 ടി ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് ടി. സോ ദ റിസൾട്ട് വിൽ ബി P average will be E0 square divided into A divided by μ0 ct into 1/2 into t. T യും വെട്ടിപ്പോയി. So the result will be P average by A. അതാണ് intensity I എന്ന് പറയുന്നത്. Intensity I will be P average by area, that is equal to E0 square divided by 2 μ0 c എന്ന് വരും. ഇപ്പോൾ ഇൻറ്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഫിനോമിനകൾ നമ്മൾ വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്തു, അനലൈസ് ചെയ്തു. ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, അതായത് വേവ് നേച്ചർ കാണിക്കുന്ന ചില ബിഹേവിയറുകൾ ആണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.